നന്ദിനിയും ദേവികയും മുഖത്തോട് മുഖം നോക്കി നിന്നു. ആ പഴയ സൗഹൃദത്തിൻ്റെയും കാലം മായ്ക്കാത്ത ഓർമ്മകളുടെയും ഒരു കടൽ അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു. ഗൗരി ഒന്നും മനസ്സിലാവാതെ അതിശയത്തോടെ അവരെ മാറി മാറി നോക്കി. എന്താ മാം ഇങ്ങനെ നോക്കുന്നത്? താഴ്മയോടെ അവൾ തിരക്കി. ഇതാണോ നിന്റെ അമ്മ? ദേവികയുടെ ശബ്ദം നേർത്തിരുന്നു. അതെ. നന്ദിനി. ദേവികയുടെ ചുണ്ടിൽ ആ പേര് വിതുമ്പി. ദേവികേ. നന്ദിനിയും തിരിച്ചു വിളിച്ചു. ഒന്നും മനസ്സിലാവാതെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ഗൗരി. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നന്ദിനിയെ ദേവിക കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നിന്നെ തിരക്കി ഞാൻ എത്ര കാലം അലഞ്ഞു എന്നറിയോ നന്ദിനി? ഞാൻ നിന്നെയും ദേവികെ. എല്ലാം നശിച്ചു പോയടി. ഞാനും ഇവളും മാത്രമായി. വാ ദേവികെ, അകത്തേക്കിരിക്കാം. നന്ദിനി ദേവികയുടെ കൈയും പിടിച്ച് അകത്തേക്കിരുന്നു. പുറത്തുണ്ടായിരുന്ന ഡ്രൈവറോട് ഇന്നത്തെ മീറ്റിങ്ങുകളെല്ലാം റദ്ദാക്കാൻ ദേവിക ഓർഡർ നൽകി. എന്തോ വലിയ ബന്ധം അവർ തമ്മിലുണ്ടെന്ന് ഗൗരിക്ക് അപ്പോഴാണ് മനസ്സിലായത്. നന്ദിനി, നീ പറയ്, എനിക്കെല്ലാം അറിയണം. നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? നന്ദിനി പറയാൻ തുടങ്ങി നന്ദിനിയുടെ കഥ. നകുലനുമായുള്ള പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു. എന്നിട്ടും എനിക്കും നകുലനും പിരിയാൻ പറ്റാത്ത വിധം ഞങ്ങൾ അടുത്തിരുന്നു. അത്രമേലെന്ന് വെച്ചാൽ ഇവൾ എൻ്റെ ഗർഭത്തിൽ രൂപം കൊണ്ടതു മുതൽ. ഗൗരി ഞെട്ടലോടെ കേട്ടു. അപ്പോൾ വിവാഹത്തിന് മുന്നേ തന്നെ അമ്മ ഗർഭിണിയായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ വിവാഹം നടന്നു. ഇവളെ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമതും വിശേഷമുണ്ടെന്നറിയുന്നത്. ആ ഗർഭത്തിൻ്റെ 3-ാം മാസത്തിൽ വീട്ടിൽ ഒരു വേലക്കാരിയെ വെച്ചിരുന്നു. അന്നാണ് നകുലനെ എനിക്ക് ശരിക്കും മനസ്സിലായത്. എൻ്റെ ശരീരം അവന് മടുത്തിരുന്നു എന്ന്. പിന്നീട് ആ വേലക്കാരിയുമായുള്ള അവൻ്റെ കൊഞ്ചലും കുഴയിലുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഒരു മഴയുള്ള രാത്രി ഇടിവെട്ടുന്ന ഒച്ച കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. നകുലൻ എൻ്റെ അടുത്തില്ല. ഞാൻ പതിയെ നടന്ന് അടുക്കളയിലെത്തി. അവിടെ വേലക്കാരിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന നകുലനെയാണ് ഞാൻ കണ്ടത്. എല്ലാം കഴിഞ്ഞ് അവൻ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ കാര്യങ്ങൾ തിരക്കി. അത് നകുലനെ ദേഷ്യം വരുത്തി. പിന്നെ എന്നെ അവിടെ നിർത്തിയില്ല. അവന് വേലക്കാരിയെ മതിയെന്ന്, അവൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട എന്നെ വേണ്ടെന്ന്. കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, ആർക്കും ഒരു ശല്യമാവാതെ ഇവിടെ കഴിഞ്ഞോളാമെന്ന്. ആ കാലുകൾ കൊണ്ട് എൻ്റെ വയറിന് ആഞ്ഞൊരു ചവിട്ടായിരുന്നു. അന്നെനിക്ക് 7 മാസം ഗർഭമായിരുന്നു. അതൊരു പെൺകുട്ടിയായിരുന്നടി. അപ്പോൾ തന്നെ അത് മരിച്ചുപോയി. അന്ന് ദേവപുരം വിട്ടതാ. ഇപ്പോൾ ബാംഗ്ലൂർ വരെ എത്തി. നന്ദിനി പറഞ്ഞു നിർത്തി തേങ്ങലടക്കി. ഇത്ര അടുത്തുണ്ടായിട്ടും നന്ദിനി, എന്തേ നീ എന്നെ ഒന്ന് കാണാൻ പോലും വരാഞ്ഞത്? സത്യം പറഞ്ഞാൽ ദേവികെ, നീ ഇവിടെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ദേ, ഈ ഗൗരി നിന്നെ ഇന്ന് കൂട്ടിക്കൊണ്ടു വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും അറിയില്ലായിരുന്നു. ദേവിക ഗൗരിയെ നോക്കി ചിരിച്ചു. നന്ദിനി, ഇവൾ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. നിനക്ക് ക്യാൻസർ ആണെന്നല്ലേ? നന്ദിനി നിസ്സാരമായി തിരക്കി. അതെ. നിന്നോട് നേരിട്ട് ചോദിച്ചാൽ വിഷമമാകുമോ എന്ന് കരുതി. ഏയ് ഇല്ല, ഞാനീ പൊട്ടിക്കുട്ടിയോട് പറഞ്ഞതാ അമ്മയെ നോക്കണ്ട, നിന്റെ ജീവിതം നോക്ക് എന്ന്. പറഞ്ഞാൽ കേൾക്കണ്ടേ? ഏയ് നന്ദിനി, അങ്ങനെയൊന്നും പറയില്ലേ. നീ എൻ്റെ അടുത്ത് എത്തിപ്പെട്ടില്ലേ? ഇനി ആ ഓപ്പറേഷൻ നമുക്ക് നടത്തിക്കളയാം. മാഡം. ഗൗരി ദേവികയെ വിളിച്ചു. എന്താ മോളെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, പിന്നെയാവാം, ദേവിക പറഞ്ഞു. മോളെ, ഓപ്പറേഷൻ ചെയ്യാൻ എത്രയാവും? അറിയില്ല, അത് അഡ്മിറ്റ് ആകുമ്പോൾ പറയാമെന്നാ പറഞ്ഞത്. ഒരു 5 ലക്ഷം എന്തായാലും വേണ്ടിവരും. ഞാൻ തരാം, ദേവിക പറഞ്ഞു. പകരം എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. എന്ത് സഹായം? സംശയത്തോടെ അവൾ തിരക്കി. അത് ഞാൻ നാളെ പറയാം. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ് നന്ദിനി. നീ സുഖമായി ഇരിക്കണം കേട്ടോ. നന്ദിനി ചിരിച്ചുകൊണ്ട് ദേവികയെ യാത്രയാക്കി. ദേവിക പോയതും ഗൗരിയിൽ സന്തോഷമാണ് പൊട്ടി. അമ്മേ, അമ്മയ്ക്ക് എങ്ങനെയാ മാമിനെ അറിയുന്നത്? എനിക്കറിയാം അവൾ ആരാണെന്നും അവളുടെ മനസ്സെന്താണെന്നും. പറ അമ്മേ. മോളെ, എൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു നാട്ടിൽ. എന്നും ഒപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ചങ്ങാതി. വിവാഹപ്രായമായപ്പോൾ അവളെ ഒരു ബാംഗ്ലൂർക്കാരൻ വന്ന് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ കാണുന്നത് ഇടയ്ക്ക് എപ്പോഴും ആണ്. തറവാട്ടിൽ നിന്ന് പോന്ന ശേഷം ഇപ്പോൾ ആദ്യമായാണ് കാണുന്നത്, നന്ദിനി പറഞ്ഞു. അമ്മേ, ദേവിക മാം പാവാണോ? അതേടി, ഒരു സാധുവാണ്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കൂടെയുള്ളവരെ സ്നേഹിക്കുന്ന ഒരു പാവം പിടിച്ച ജന്മം. അന്ന് രാത്രി ഉറക്കം കിട്ടാത്ത രാത്രിയായിരുന്നു ഗൗരിക്ക്.
നാളെ എന്ത് സഹായമാകും ദേവിക മാം ചെയ്യാൻ പറയുന്നത്? ഈശ്വര, ഇനി ആ കാട്ടുപോത്തിനെ മെരുക്കാനാവോ? ഏയ്, അതൊന്നും ആവില്ല. ആവില്ലല്ലോ അല്ലേ? എന്താ മോളെ, ഉറങ്ങുന്നില്ലേ? നന്ദിനി തിരക്കി. ഉറക്കം വരുന്നില്ല അമ്മേ, എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയാണ്. നാളെ പോകണ്ടേ ദേവികയെ കാണാൻ? അത് മറക്കണ്ട. ഉറക്കം കളഞ്ഞാൽ എഴുന്നേൽക്കാൻ പറ്റാതെയാകും. അല്പം നേരം ആലോചിച്ച് കിടന്ന ശേഷം അവൾ പതിയെ മയങ്ങി. പിന്നെ രാവിലെ അലാറം അടിക്കുമ്പോഴാണ് അവൾ എഴുന്നേൽക്കുന്നത്. പതിവിലും നേരത്തെ വീട്ടിലെ പണികളെല്ലാം തീർത്ത് അമ്മയോട് യാത്ര പറഞ്ഞ് ഗൗരി അവിടെ നിന്ന് ദേവാ മെൻഷനിലേക്ക് നടന്നു. ഇന്നും ആ കാട്ടുപോത്തുണ്ടാകുമോ? ഉണ്ടാകല്ലേ ഗണേശ, ഒരു തേങ്ങ ഞാൻ ഉടച്ചേക്കാം, മനസ്സിൽ അവൾ പ്രാർത്ഥിച്ചു. അധികം വൈകാതെ അവൾ ആ മാളികയുടെ മുന്നിലെത്തി. ഒരു ദീർഘനിശ്വാസം എടുത്തു. പതിയെ ആ വലിയ മതിലിൽ അവൾ കണ്ണോടിച്ചു. ചിലർ ഇതിൻ്റെ എവിടെയോ ഞെക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ, ഇത് തന്നെ, അമർത്തിയാലോ? പേടിയുണ്ടായിരുന്നു. പണിയാകുമോ? ഇല്ല, ഇത് ഗേറ്റ് തുറക്കാനുള്ള സ്വിച്ചാണ്. അവൾ അതിൽ ക്ലിക്ക് ചെയ്തു. അല്പം വൈകാതെ അകത്ത് നിന്ന് സെക്യൂരിറ്റി ഗേറ്റിനടുത്തെത്തി. എന്താ എന്താ വേണ്ടേ? എന്നോട് ദേവിക മാം വരാൻ പറഞ്ഞു. ലെറ്റർ എന്തെങ്കിലും ഉണ്ടോ? ലെറ്ററോ? എന്തിന്? ആ, ഇതുപോലുള്ള VIP-കളെ കാണാൻ വരുമ്പോൾ അവർ തന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വേണമെന്ന് കുട്ടിക്ക് അറിയില്ലേ? ദേവിക മാഡം ആണെങ്കിലും വേണ്ടില്ല, ഇൻവിറ്റേഷൻ ലെറ്റർ ഇല്ലാതെ ആരെയും അകത്തേക്ക് വിടരുത് എന്നാ സാറിൻ്റെ ഓർഡർ. കുട്ടി പോയിട്ട് അതൊക്കെ വാങ്ങിയിട്ട് വാ, വെറുതെ എൻ്റെ പണി മെനക്കെടുത്താതെ. അവൾ ആ ഗേറ്റിന് പുറത്ത് നിന്ന് മാളികയുടെ അകത്തേക്ക് നോക്കി. ഈശ്വര, ഇവരെയൊന്നും പുറത്ത് കാണുന്നുമില്ലല്ലോ. അല്പനേരം അവിടെ നിന്നു. പെട്ടെന്ന് സെക്യൂരിറ്റി അകത്തേക്ക് പോയി. ഷെടാ, ഇനി എന്തു ചെയ്യും? ഇന്നും ഓരോ മുടക്കുകളാണല്ലോ. ദേ കുട്ടി, അകത്തേക്ക് വരാൻ പറഞ്ഞു. എന്നോടോ? ആ അതെ, വാ. 3-ാമത്തെ നിലയിലാണ് ദേവിക മാം ഉള്ളത്. അങ്ങോട്ടേക്ക് ചെന്നോളൂ. അവൾ സെക്യൂരിറ്റി ചേട്ടന് ഒരു ചിരിയും ടാറ്റയും സമ്മാനിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ആദ്യമായി ആ മനുഷ്യൻ്റെ വാതിലുകൾ അവൾക്ക് വേണ്ടി തുറന്നു. എൻ്റെ അമ്മോ, എന്താ ഇത്? കൊട്ടാരം പോലെ. എന്താ അവിടെ നിൽക്കുന്നത്? ആരാ അത്? അവൾ ചുറ്റിലും നോക്കി. മറ്റൊരു വശത്തു നിന്ന് സെക്യൂരിറ്റി അവളെ വിളിച്ചു ചോദിച്ചു. ഹായ് ചേട്ടാ, ഞാൻ ഗൗരി. എവിടെയാ 3-ാമത്തെ നില? ദേ ആ ഡോർ, അങ്ങ് ചെല്ല്, അവിടെയുണ്ട് ലിഫ്റ്റ്. ലിഫ്റ്റോ? വീട്ടിലോ? ആ, അങ്ങോട്ടേക്ക് ചെല്ല്. ഏട്ടാ, ഞാൻ കോണിപ്പടികളാണ് ചോദിച്ചത്. ഈശ്വര, ഇനി ലിഫ്റ്റ് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ആവുമോ? ഡോ, അവിടെയാണടോ മുകളിലേക്ക് പോകാനുള്ള സാധനമുള്ളത്, സെക്യൂരിറ്റി ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, പറഞ്ഞാൽ പോരെ, കടിക്കാൻ വരുന്നത് എന്തിനാണ്? ഇവനെയൊക്കെ ആരാണവോ ജോലിക്ക് നിർത്തിയത്? അവൾ പതിയെ ലിഫ്റ്റിന് മുന്നിലേക്ക് നടന്നു. ഈശ്വര, വീടിനുള്ളിൽ ലിഫ്റ്റ്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ആവോ? ഷേ, ആരോ ഉണ്ടല്ലോ ലിഫ്റ്റിൽ. അവൾ അപ്പുറത്തെ ലിഫ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് മാറി നിന്നു. അവൾ ലിഫ്റ്റിൽ കയറിയതും അടുത്ത ലിഫ്റ്റിൽ നിന്ന് ദേവൻ ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. അവളൊരു മിന്നായം പോലെ ദേവനെ കണ്ടു. എന്നാൽ ഫയലുകൾ നോക്കി നടന്ന ദേവൻ അവളെ കണ്ടതേയില്ല. ഈശ്വര, ഇപ്പോൾ തീർന്നേനെ, രക്ഷപ്പെട്ടു. അവൾ മുകളിലെ നിലയിലെത്തി. അവിടെ ദേവിക മാം റൂമിലേക്ക് പോകുന്നത് കണ്ടു. മാം, അവൾ പിന്നിൽ നിന്ന് വിളിച്ചു. ആ ഗൗരി, വാ. ദേവിക അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. ഇരിക്കും മോളെ. മാം, എന്താണ് എൻ്റെ വർക്ക്? അറിയാൻ തിടുക്കമായല്ലേ? ദേവിക ചിരിച്ചുകൊണ്ട് തിരക്കി. അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടാ മാം. ആ, എനിക്കറിയാം. മോൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. ഞാൻ തരുന്ന വർക്ക് നല്ലതുപോലെ ചെയ്യുകയാണെങ്കിൽ. എന്താണ് മാം? മോളെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം, കൂടുതൽ ദേവൻ്റെ. എൻ്റെ അമ്മോ, ദേവൻ സാറിൻ്റെയോ? അവൾ അതിശയത്തോടെ ചോദിച്ചു. ആ അതെ, അവന് കാണുന്നത് പോലെയല്ല, പാവാണ്. അവൻ്റെ മനസ്സ് നീയൊന്ന് ഓക്കെ ആക്കണം. എങ്ങനെ? അവന് തൻ്റെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ ഇഷ്ടമല്ല, അത് മാറ്റിയെടുക്കണം. അതുപോലെ വല്ലാത്ത ദേഷ്യമുണ്ട്, അതില്ലാതാക്കണം. അത് ഞാനെങ്ങനെ? അതിന് ഞാൻ ദേവൻ സാറിൻ്റെ ഭാര്യയല്ലല്ലോ ഈ പണികളൊക്കെ ചെയ്യാൻ. പറയാൻ പറ്റില്ല. അവൻ നിന്നെ അംഗീകരിച്ച് ശേഷം ഇഷ്ടപ്പെട്ടാലോ? മാം, അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എടി പൊട്ടിപ്പെണ്ണേ, നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് നോക്ക്. ശരി, കടുവയുടെ കൂട്ടിലാ തലയിടാൻ പോകുന്നത്. എന്താകുമോ എന്തോ. പേടിക്കണ്ട, ഞാനുണ്ടാകും കൂടെ. ഇന്നു മുതൽ തുടങ്ങിക്കോളൂ. ഓക്കെ. അവൾ പതിയെ താഴത്തേക്കിറങ്ങി. ഈശ്വര, വല്ല വീട്ടുപണിയുമായിരുന്നുവെങ്കിൽ സിമ്പിളായിരുന്നു. ഇത് അവൾ തലകുനിച്ച് ഓരോന്ന് പിറുപിറുത്ത് വരുമ്പോഴാണ് വീണ്ടും ദേവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത്.
നിനക്കെന്താ ഇവിടെ കാര്യം? ദേവൻ തിരക്കി. അവൾ കൂടെയുള്ള ആളുകളെ നോക്കി. നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങോരുടെ പിന്നാലെ നടക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിൽക്ക്. സാറിന് ചൂടെടുക്കില്ലേ? വാട്ട്? അതേ ദേവൻ സാറേ, ഇവന്മാർക്കൊക്കെ വട്ടാണ്. ഇവന്മാർക്കല്ല, നിനക്കാണ് വട്ട്. നിന്നെ ആരാണ് ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത്? അമ്മ. അമ്മയോ? അതെ, ദേവിക മേഡം തന്നെ. കാര്യം കഴിഞ്ഞെങ്കിൽ പോകാൻ നോക്ക്. കഴിഞ്ഞില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. എന്ത് കാര്യങ്ങളെ? ഷട്ടപ്പ്. ഓ പിന്നെ, അവൾ അവനെ കളിയാക്കുന്നത് പോലെ സംസാരിച്ചു. സെക്യൂരിറ്റി, പിടിച്ചു പുറത്താക്കി ഇവളെ. ഏയ്, തൊട്ടു പോകരുത്. ദേവിക മാമാണ് എനിക്ക് ജോലി തന്നത്. ഇനി ഈ ഗൗരി ഇവിടെ കാണും. ദേവിക മാഡം എൻ്റെ തലയിൽ കയറാനാണോ നിനക്ക് ഈ ജോലി തന്നത്? അവൾ പതിയെ അവൻ്റെ ചെവിയുടെ അടുത്തേക്ക് ചെന്നു. ഓ, എന്ത് ഹൈറ്റാണ് എൻ്റെ ദേവൻ സാറ്. ഒന്ന് കുനിയുമോ? ദേവൻ മസിൽ മുറുക്കി ഭാവഭേദമില്ലാതെ നിന്നു. എന്നാൽ വേണ്ട, ഞാനങ്ങ് പൊയ്ക്കോളാം. അവൾ കാൽവിരലുകളിൽ ഉയർന്നു നിന്ന് അവൻ്റെ ചെവിക്കരികിൽ പതിയെ മന്ത്രിച്ചു. ഞാൻ സാറിൻ്റെ തലയിൽ കയറാൻ വന്നതല്ല, ദേ ഈ ഹൃദയത്തിൽ കയറാൻ വന്നതാണ്. ഓ റിയലി? പുരികമുയർത്തി സംശയഭാവത്തോടെ ദേവൻ തിരക്കി.